ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അമിഗോസ്. ഞാൻ ഇന്നിവിടെ വന്നത് 4 മണി പലഹാരമായിട്ടാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണിത്. ഇതിലേക്ക് വേണ്ടത് പഴുത്ത പഴവും തേങ്ങയും പഞ്ചസാരയും കരിഞ്ജീരകം ഉണ്ടെങ്കിൽ അതും ഏലക്കായും. ആദ്യം പഞ്ചസാര ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുക. അതിനുശേഷം തേങ്ങയും ഒന്ന് ചതച്ചെടുക്കുക. ഞാൻ ചെറിയ ജാറായതുകൊണ്ടാണ് ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് ചതച്ചെടുക്കുന്നത്. എല്ലാം കൂടെ ഒന്നിച്ച് ചെയ്താലും കുഴപ്പമില്ല. പിന്നെ ഞാനിതിലേക്ക് യൂസ് ചെയ്യുന്നത് മൈസൂർ പഴമാണ്. അപ്പോൾ ആ മൈസൂർ പഴം ഒന്ന് കറക്കിയെടുക്കണം. ഇതിൽ 5 മൈസൂർ പഴമാണ് ഞാൻ ഇതിലേക്ക് യൂസ് ചെയ്തത്. ഇനി 2 ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ടേസ്റ്റാണ്, പഴം കൂടുതൽ ചേർക്കുമ്പോൾ അത്രയും ടേസ്റ്റാണെന്നുള്ളൂ. ഏത് പഴം യൂസ് ചെയ്യാം, മൈസൂരോ പൂവനോ റോബസ്റ്റോ ഏത് പഴം നമുക്ക് ഇതിലേക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിലേക്ക് 1 ടീസ്പൂൺ കരിഞ്ജീരകം ചേർത്തു. പിന്നെ 1 കപ്പ് അരിപ്പൊടി, പച്ചരി കഴുകി ഉണക്കിയതാണ് ഞാൻ ഇതിലേക്ക് യൂസ് ചെയ്തത്. അത് കുറേശ്ശെ ഇട്ടിട്ട് വേണം നമുക്ക് അത് ഇളക്കിയെടുക്കാൻ. ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് അത് ഇളക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് കുറേശ്ശെ ഇട്ടിട്ട് ഇളക്കിയെടുക്കുക കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് ഞാൻ അപ്പക്കാരം ചേർത്തിട്ടില്ല. അതിന് പകരം ഞാൻ മുട്ടയാണ് ചേർക്കണത് കേട്ടോ. 1 പിഞ്ച് ഉപ്പും 1 മുട്ടയും കൂടെ ചേർക്കണുണ്ട്. മുട്ട ഞാൻ ആദ്യം ഗ്ലാസ്സിലോട്ടൊന്ന് ഒഴിച്ചിട്ട് അതിലൊന്ന് ഇളക്കിയതിന് ശേഷമാണ് ഞാൻ ഈ മാവിലോട്ട് ഒഴിക്കുന്നത്. അല്ല, നമുക്ക് ഈ മിക്സിയിൽ ഇതെല്ലാം കൂടെ ഒന്നിച്ചിട്ടിട്ട് ഒറ്റ കറക്കിയാൽ മതി. വലിയ ജാറിലാണെങ്കിൽ അങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ചട്ടി ചൂടാവാൻ വെക്കുകയാണ്. അതിലേക്ക് ഞാൻ പാം ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇനി വെളിച്ചെണ്ണ ആയാൽ കൂടുതൽ ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഇഷ്ടമല്ല ഏത് എണ്ണയിലും വേണമെങ്കിലും ഇത് പൊരിച്ചെടുക്കാൻ പറ്റും കേട്ടോ. നമുക്ക് സ്പൂണിൽ നമ്മളെ ഇഷ്ടത്തിനുള്ള വലിപ്പത്തിനനുസരിച്ചിട്ട് കുറേശ്ശെ അതിലേക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കോരി ഇട്ട് കൊടുക്കുക. നല്ല എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം കുറച്ച് കൊടുക്കുകയാണ്. കാരണം ഇതിൻ്റെ ഉള്ളു വേവണ്ടേ. അപ്പോൾ പെട്ടെന്ന് മുരിഞ്ഞു പോയാൽ ഉള്ളി ചിലപ്പോൾ വെന്തില്ലെങ്കിലോ എന്ന് ഓർത്തിട്ട് ഫ്ലെയിം കുറച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത്. എണ്ണ നല്ല ചൂടായി കിടക്കുകയാണ്. 4 പഴവും 1 കപ്പ് അരിപ്പൊടി ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം 1 പ്ലേറ്റ് നിറയെ പലഹാരം ഉണ്ടാക്കാൻ കിട്ടും കേട്ടോ. ഇങ്ങനെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കും എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. കാരണം മധുരം 1 കപ്പ് അരിപ്പൊടിക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ്. ഇതിൻ്റെ ഒരു പാകത്തൊരു മധുരമാണത്. പിന്നെ പഴത്തിൻ്റെ മധുരം കൂടെ ഉണ്ടല്ലോ. അപ്പോൾ ഇതിലേക്ക് ഇനി വേണം കരിഞ്ജീരകം ഇല്ലാത്തവർക്ക് നല്ല ജീരകം വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. മധുരം കൂടുതൽ വേണ്ടവർക്ക് അതിനനുസരിച്ച് അതിൽ മാറ്റങ്ങൾ വരുത്താം കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. ഓക്കെ, ബൈ. അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരേക്കും ബൈ.